ഹായ് നമസ്കാരം ഏവർക്കും പി എസ് സി ക്ലൈംബറിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ പുതുതായിട്ട് തുടങ്ങുന്ന LGS റിവിഷൻ ബാച്ചിനെ പറ്റി അല്ലെങ്കിൽ ആ ഒരു കോഴ്സിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പി എസ് സി ക്ലൈംബർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്, അതും കൂടെ നിങ്ങളൊന്ന് അതിലേക്കും കൂടെ ഒന്ന് ജോയിൻ ആയേക്കുക. കാര്യം ഡെയിലി ടൈം ടേബിളൊക്കെ നമ്മൾ അതിലാണ് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു കോഴ്സിനെ പറ്റി ഇത് നമ്മുടെ റിവിഷൻ LGSന് വേണ്ടിയിട്ടുള്ള റിവിഷൻ മാത്രമല്ല, ഇനി വരുന്ന 10th പ്രിലിംസിനും അതേപോലെ എല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്ന ഒരു പോസ്റ്റാണ് സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത്. അതിനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന ഒരു രീതിയിലുള്ള റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. LGSന്റെ റിവിഷൻ ക്ലാസ്സുകൾ ഒക്ടോബർ 1 തുടങ്ങിയിട്ട് ഒക്ടോബർ 30 ആകുമ്പോഴത്തേക്കും നമ്മൾ തീർക്കും. കാരണം നവംബർ 2 തൊട്ടിട്ട് എക്സാംസ് തുടങ്ങുവാണല്ലോ. പക്ഷേ ഈ ഒരു 10th പ്രിലിംസിലേക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ പിന്നെയും നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയാണ് ഈ കോഴ്സ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടത്, ഈ ഒരു റിവിഷൻ ക്ലാസ് എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ LGSന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അതായത് ഈ LGS വേരിയസ് എഴുതാൻ പോകുന്നവർക്ക് ഒരു റിവിഷൻ പോലെ ആവും. ഇനി അത് പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ LGSൻ്റെ ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടാണെങ്കിലും കംപ്ലീറ്റ് സിലബസ് ഒന്നും കവർ ചെയ്യാതെ ഇരിക്കുന്നവർ, അതായത് കുറച്ചൊരു 60% ഒക്കെ മാത്രമേ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു 40 to 60% ഒക്കെ മാത്രം സിലബസ് കവർ ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ഈ ഒരു കോഴ്സ് നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും, അതായത് എക്സാമിന് വേണ്ട ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഈ ഒരു മാസത്തോടു കൂടി നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ ക്ലാസ്സുകൾ മാത്രമല്ല, അതിനൊപ്പം തന്നെ റിവിഷനും ചെയ്തു പോകാനുള്ള ടൈം ടേബിൾ തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, LGS പഠിക്കുന്നവർ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക കേട്ടോ. അതേപോലെ അടുത്തത് ഞാൻ പറഞ്ഞു, സെക്രട്ടേറിയറ്റ് OA എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു എക്സാമാണ്. പക്ഷേ ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം 10th പ്രിലിംസിലേക്ക് വരുന്ന സമയത്ത് ഇപ്പം മുമ്പ് 2021 നടന്ന നമ്മുടെ LDC അതേപോലെയുള്ള എക്സാമുകൾക്ക് ഉണ്ടായിരുന്ന 10th പ്രിലിംസിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ ഖാദി ബോർഡ് പ്രിലിംസിൻ്റെ ഒക്കെ ആ ഒരു കട്ട് ഓഫ് ഒക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, അതേപോലെ ആയിരിക്കും ഇനി വരുന്ന 10th പ്രിലിംസും. കാര്യം വേക്കൻസികൾ കുറവുള്ള പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരു 70 അല്ലെങ്കിൽ ഒരു 80 ആ ഒരു സംതിങ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്രയും നന്നായിട്ട് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യണം എന്നർത്ഥം. അതേപോലെ തന്നെ 10th പ്രിലിംസ് പഠിക്കുന്നവർക്കും ഈ ക്ലാസ്സസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സ് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് SCRT ബേസ്ഡ് ആണ്. അതായത് ഓരോ SCRT പാഠഭാഗങ്ങളാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ 5 സ്റ്റേജ് LDC എക്സാം നടന്നു, അല്ലെങ്കിൽ ഈ ലേറ്റസ്റ്റ് ആയിട്ട് നടന്ന ഏത് പരീക്ഷകൾ എടുത്ത് നോക്കിയാലും അറിയാം, ഏറ്റവും കൂടുതൽ SCRT പാഠഭാഗങ്ങൾ ഫോക്കസ് ചെയ്തിട്ടാണ് PSC ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത്. ഇപ്പോൾ സ്റ്റേജ് 4 കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും എന്ന് പറയുന്ന ഒരു SCRT പാഠഭാഗത്തിൽ നിന്നായിരുന്നു. അപ്പോൾ ആ ഒരു പാഠമൊന്നും ആരും അങ്ങനെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ SCRT പാഠഭാഗങ്ങൾ പഠിക്കുന്ന കൂടെ പഠിക്കാറില്ലാത്തതാണ്. പക്ഷെ അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ എക്കണോമിക്സിൻ്റെയും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ SCRT സീരീസ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നമ്മൾ ആ ഒരു ചാപ്റ്റേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ എക്കണോമിക്സും അതേപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പോൾ ആ ക്ലാസ് പ്ലസ് ഇനി കുറച്ച് SCRT ചാപ്റ്റേഴ്സൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ടൈം ടേബിളിൻ്റെ ഓർഡറിലും കൂടി ആയിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സസ് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് SCRTയിൽ തന്നെയാണ്. പിന്നെ ഓരോ SCRT പാഠഭാഗങ്ങൾ പഠിക്കുന്ന സമയത്തും അതിൽ നിന്ന് ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിനെ പറ്റി നമ്മൾ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചിലതിലൊക്കെ ആ ക്വസ്റ്റ്യൻസും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ചില ചാപ്റ്റേഴ്സിലൊക്കെ കേട്ടോ. അപ്പോൾ ഇനി വരുന്ന SCRT ക്ലാസ്സുകൾക്കും ഒക്കെ നമ്മൾ അത്തരത്തിൽ ക്വസ്റ്റ്യൻസ് ഏത് ഭാഗത്തു നിന്നാണ് ചോദിച്ചിട്ടുള്ളത് എന്നുള്ളത് പറഞ്ഞായിരിക്കും പോകുന്നത്. പിന്നെ അടുത്ത നമ്മുടെ ക്ലാസ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ടോപ്പിക് വൈസ് PYQs ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ SCRT പാഠഭാഗങ്ങൾ പഠിച്ചതിന് ശേഷം അതിൽ നിന്ന്, അതായത് 2024 കോൺസ്റ്റിറ്റ്യൂഷനിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ഡിസ്കസ് ചെയ്യും. 2023 ആ ഒരു ഭാഗത്തു നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അങ്ങനെ അതേപോലെ തന്നെ സയൻസ് ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും ഓരോ ടോപ്പിക് എടുത്തിട്ട്, ഇപ്പോൾ ബയോളജിയിലാണെങ്കിലും അല്ലെങ്കിൽ പൊതുജനാരോഗ്യം, അങ്ങനെ ഓരോന്നിലും ഇപ്പോൾ ആരോഗ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് 2024 ചോദിച്ച ക്വസ്റ്റ്യൻസ് 2023 ചോദിച്ചത്, അല്ലെങ്കിൽ ആറ്റം എന്ന് പറയുന്ന കെമിസ്ട്രിയിലെ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചത്, അങ്ങനെയൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് PYQs ഇതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ അതേപോലെ ക്ലാസ്സസ് ഫോർ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ്, അതായത് നിങ്ങൾക്കറിയാം സിലബസ് ഞാൻ ഇനി മുന്നോട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ സയൻസും പൊതുജനാരോഗ്യം കൂടെ കൂടിയിട്ട് ഏകദേശം 20 മാർക്കാണ് നമുക്കുള്ളത്.
അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്യും. 2024-23 ക്വസ്റ്റ്യൻ പേപ്പർ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ ഭാഗങ്ങളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എന്നിട്ട് ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ ക്ലാസ്സുകൾ, അതായത് കംപ്ലീറ്റ് നോട്ട്സ് അടങ്ങുന്ന ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. പിന്നെ അതിനോടൊപ്പം തന്നെ കറണ്ട് അഫയേഴ്സിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും കേട്ടോ നമ്മൾ പറഞ്ഞു പോകുന്നത്. കാര്യം ഈ ഒരു 1 മന്ത് കൊണ്ട് എല്ലാം കൂടി പഠിക്കാൻ നമുക്ക് സമയം ഉണ്ടായിരിക്കില്ല ഫോർ LGS. പക്ഷേ 10th പ്രിലിംസിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്ക് കറണ്ട് അഫയേഴ്സ് കുറച്ചുകൂടി ക്ലാസ്സുകൾ ചെയ്തു പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ക്ലാസ്സിൻ്റെ ഒരു ഇത് വരുന്നത്. പിന്നെ നമുക്കറിയാം, ഞാൻ പറഞ്ഞു 30 ദിവസത്തേക്കാണ് നമ്മുടെ ഈ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഈ ഒരു ടൈം ടേബിൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതായത് 1-ാം തീയതി മുതൽ, നാളെ മുതലാണ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് കേട്ടോ. അപ്പോൾ 30 ദിവസത്തേക്ക് ഉണ്ടായിരിക്കും. ഇതിൻ്റെ കൂടെ റിവിഷൻ ഡേയ്സും കൂടെ ഉണ്ടായിരിക്കും. അതായത് ഡെയിലി ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും, റിവിഷൻ ടോപ്പിക്കുകൾ ഉണ്ടായിരിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താണ്, ഒരു ദിവസം ഇപ്പം ആദ്യത്തെ ഒരു 3 ദിവസം നമ്മൾ ടോപ്പിക്ക് പഠിച്ചിട്ട് 4ാമത്തെ ദിവസം റിവിഷന് വേണ്ടിയിട്ടുള്ളതായിരിക്കും. കാരണം റിവിഷൻ്റെ ഇമ്പോർട്ടൻസ് ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഏതൊരു പരീക്ഷകളായിക്കോട്ടെ, നിങ്ങൾ കുറേ കാര്യങ്ങൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. പഠിച്ച കാര്യങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. അല്ലെങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോഴും നമുക്ക് ആകെ കൺഫ്യൂഷൻ വരും. ഇത് നമ്മൾ പഠിച്ചതാണല്ലോ, നമ്മളൊന്ന് വായിച്ചിട്ടുണ്ട് എന്നാൽ നമ്മളത് കറക്റ്റായിട്ട് ഓർക്കുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് റിവിഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. പിന്നെ അതേപോലെ എന്താണ്, ഒരു ദിവസം തന്നെ റിവിഷന് വേണ്ടിയിട്ടുണ്ടായിരിക്കും. ചിലപ്പോഴൊക്കെ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചു പോകുമ്പോൾ 2 ദിവസമൊക്കെ റിവിഷന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഇപ്പോൾ 1-2 ദിവസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ടോപ്പിക്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും കൂടെ നിങ്ങൾക്ക് ഈ റിവിഷൻ ഡേ ഒന്ന് പഠിക്കാം. ഇപ്പോൾ എല്ലാവർക്കും കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, ഒരു ദിവസമൊക്കെ കുറച്ച് ടോപ്പിക്കൊക്കെ പെൻഡിങ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അതുകൂടി ഒന്ന് പഠിക്കാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതങ്ങനെ ഭയങ്കര ഹെക്റ്റിക് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ ഒന്നും അല്ല. വളരെ കുറച്ച് നിങ്ങൾക്ക് പഠിച്ച് പോകാൻ പറ്റുന്ന രീതിക്കാണ് ഈ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഇനി പിന്നെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, പറഞ്ഞല്ലോ നമ്മുടെ ടെലിഗ്രാം ചാനലുണ്ട്, PSC ക്ലൈംബർ എന്നാണ് ചാനലിൻ്റെ പേര്. അപ്പോൾ ആ ചാനലിലും കൂടെ നിങ്ങളൊന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ ഓരോ ദിവസത്തെ ടൈം ടേബിൾ നമ്മൾ ആ ചാനലിലായിരിക്കും ഇടുന്നത്. Day 1, 2, 3 എന്നിങ്ങനെ ടൈം ടേബിൾ ഇട്ട് പോകുന്നുണ്ട്. പിന്നെ അത് കൂടാതെ നമ്മുടെ യൂട്യൂബിൻ്റെ കമ്മ്യൂണിറ്റി പോസ്റ്റ്, അപ്പോൾ നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയാൽ മതി. ആ കമ്മ്യൂണിറ്റി പോസ്റ്റിലും നമ്മൾ ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇടുന്നുണ്ടായിരിക്കും. കൂടുതലും നല്ലത് ഈ ഒരു PSC ക്ലൈംബർ എന്ന് പറയുന്ന ടെലിഗ്രാം ചാനലിൽ തന്നെ നോക്കുകയാണ്. അതാകുമ്പോൾ നമ്മൾ നോട്ട്സും ഒക്കെ അതിൽ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി യൂസ്ഫുൾ അതായിരിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. ഒന്നില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാമിൽ ചെന്നിട്ട് PSC ക്ലൈംബർ എന്നൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നമ്മുടെ ചാനൽ കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനി ഇതേ നോക്കിക്കൊള്ളുക. LGSൻ്റെ സിലബസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ പൊതുവിജ്ഞാനം 40 മാർക്കുണ്ട്, ആനുകാലിക വിഷയങ്ങൾ 20 മാർക്കുണ്ട്. അതേപോലെ സയൻസ്, പൊതുജനാരോഗ്യം കൂടെ കൂടിയിട്ട് എത്രയാണ് കണ്ടോ, മുഴുവനും 20 മാർക്സ് ആണ് അതിന് വരുന്നത്. ഓക്കെ, പിന്നെ അതേപോലെ ലഘുഗണിതവും മാനസിക ശേഷിയും നിരീക്ഷണ പാഠവ പരിശോധനയും. അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ടൈം ടേബിളിൽ നമ്മൾ ഈ മാത്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അതായത് ടോപ്പിക് വൈസ് മാത്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. പക്ഷേ നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോകുന്ന സമയത്ത് എന്താണ് PYQs വെച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ടായിരിക്കും കേട്ടോ. അല്ലെങ്കിൽ തന്നെ ഞാൻ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുന്ന സമയത്തും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് പറയുന്നുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക. 20 ക്വസ്റ്റ്യൻസ് ആണല്ലോ ഉള്ളത്. പിന്നെ എന്തായാലും നമ്മുടെ ക്ലാസ് മുൻപോട്ട് പോകുമ്പോഴത്തേക്കും അതിനുള്ള മാത്സിൻ്റെ PYQ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. കാര്യം ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ നമ്മൾ കൊണ്ടുപോകുമ്പോഴത്തേക്കും പിന്നെ കുറച്ചുകൂടെ നമുക്ക് സമയം വേണ്ടി വരും. അത് മാത്രമല്ല LGS നമ്മളൊരു റിവിഷൻ പോലെയാണല്ലോ കൊണ്ടുപോകുന്നത്. ഓക്കെ, പിന്നെ ഇവിടെ സിലബസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇനിയും അത് ഏതൊക്കെയാണ് SCRT പാഠഭാഗങ്ങളെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ അകത്ത് പറയുന്നില്ല. കാര്യം നമ്മൾ ഓരോ ക്ലാസ് മുമ്പോട്ട് പോകുമ്പോഴത്തേക്കും നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ 10th പ്രിലിംസിൻ്റെ സിലബസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്, വലിയ വ്യത്യാസമൊന്നുമില്ല മറ്റേതുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 കാര്യത്തിനും ഒരേ പഠിത്തം മതി. നല്ല ഡെപ്തിൽ പഠിക്കുക. പ്രിലിംസിന് വലിയ കാര്യമായിട്ട് ഡെപ്തിൽ ആവശ്യമില്ലെങ്കിലും നിങ്ങൾ എപ്പോഴും ഡെപ്തിൽ പഠിച്ചിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇനി മെയിൻസിലേക്കൊക്കെ വരുന്ന സമയത്ത് അതേപോലെ തന്നെ നന്നായിട്ട് റിവൈസ് ചെയ്യുക. ഓക്കെ, അപ്പം ഏകദേശം എങ്ങനെയാണ് നമ്മുടെ ഒരു Day 1, Day 2 ഒക്കെ വരുന്നതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ Day 1-ലാണെങ്കിൽ നമുക്ക് 2 SCRT പാഠഭാഗങ്ങളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നത് ഭരണഘടന, ഇന്ത്യൻ ഭരണഘടന വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം നമ്മുടെ ഭരണഘടന എന്നുള്ളതും, അതേപോലെ 8ാം ക്ലാസ്സിലെ 4ാമത്തെ പാഠം നമ്മുടെ ഗവൺമെൻറ്. ഇത് ഓൾറെഡി നമ്മൾ നമ്മുടെ ചാനലിൽ ക്ലാസ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ ആ ഒരു ക്ലാസ്സിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഒന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോൾ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ്, നിങ്ങളുടെ കയ്യിൽ SCRT പാഠപുസ്തകങ്ങളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വായിച്ച് തന്നെ നോട്ട് ഉണ്ടാക്കി പഠിക്കുന്നതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വായിച്ച് നോട്ട് ഉണ്ടാക്കി എടുക്കാം. ഇനി അതല്ല എങ്കിൽ നമ്മുടെ ക്ലാസ് ഒന്ന് കണ്ടാൽ മതി. ക്ലാസ് കണ്ടിട്ട് അതിൽ നിന്ന് നോട്ട് എഴുതേണ്ടവരാണെങ്കിൽ നോട്ട് എഴുതി വെക്കാം. ഇനി അല്ല, ക്ലാസ് കണ്ടാൽ
ക്ലാസ് കണ്ടുപോയിട്ട് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ ഒന്നുകൂടെയൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്കത് ക്ലിയർ ആവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ അല്ലെങ്കിൽ മറന്നു പോകുന്നൊക്കെ തോന്നുന്ന കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സയൻസും പൊതുജനാരോഗ്യവും അതിൽ നിന്ന് 2024 ചോദിച്ചിട്ടുള്ള ഏകദേശം ഒരു 7-8 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. അതിൽ 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഈ ഒരു സയൻസും പൊതുജനാരോഗ്യവും മാത്രം അതിൽ നിന്നുള്ള മാത്രം PYQs നമ്മൾ ആ ക്ലാസ്സിൽ പഠിക്കും. അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്, ആ ഒരു ക്ലാസ്സിൽ നമ്മൾ റിലേറ്റഡ് ഫാക്റ്റുകൾ അപ്പോൾ പറഞ്ഞു പോകുന്നില്ല. കാരണം എത്രയും പെട്ടെന്ന് ഒരു 3-4 ദിവസം കൊണ്ട് ക്വസ്റ്റ്യൻ പേപ്പർ തീർത്തിട്ട് നമുക്ക് പിന്നെ ഓരോ ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ ഇതിൻ്റെ എടുത്ത് വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ റിലേറ്റഡ് ഫാക്ട് ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം നമുക്ക് മനസ്സിലാവും. പിന്നെ എന്ത് ചെയ്താൽ മതി, അതിൻ്റെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളുടെ നോട്ടുകൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ക്ലാസ്സുകൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഡേ 1 വരുന്നത്. കണ്ടോ, നമുക്കൊന്ന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഒരുപാട് ഹെക്റ്റിക് ഒന്നുമല്ല, വളരെ കുറച്ച് സമയം കൊണ്ട് ഒന്ന് ഇരുന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. ഇനി അടുത്തത് ഡേ 2 ആണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ തന്നെയാണ്. അതായത് 2 പാഠങ്ങൾ, ജനങ്ങൾക്ക് വേണ്ടി എന്ന 9ാമത്തെ പാഠം 5ാം ക്ലാസ്സിലെയാണ്. അതേപോലെ തന്നെ 6ാം ക്ലാസ്സിലെ 10ാമത്തെ പാഠം ജനാധിപത്യവും അവകാശങ്ങളും എന്നുള്ളത്. അതേപോലെ പിന്നെ അന്നും എന്താണ് PYQ ഉണ്ട്, സയൻസും പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട 2024 PYQ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ നിങ്ങൾക്ക് അറിയാം ഏകദേശം 20 മാർക്കോളം സയൻസ് പൊതുജനാരോഗ്യം കൂടെ ചോദിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും തന്നെ ഒരു അരമണിക്കൂറുള്ള ക്ലാസ് ആവും. ഓക്കെ, അപ്പോൾ അതാണ് ഡേ 2 വരുന്നത്. അപ്പോൾ ഡേ 2 ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, ഡേ 1 കാര്യങ്ങൾ മസ്റ്റായിട്ടും നിങ്ങൾ റിവൈസ് ചെയ്തിരിക്കണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഡേ 1 ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ നിങ്ങൾ പഠിക്കാനെടുത്തെങ്കിൽ ഡേ 2 ഒരു അരമണിക്കൂർ ആദ്യം തന്നെ റിവിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കണം. അതിലിപ്പോൾ ഈ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ വീഡിയോ കണ്ടിട്ട് പഠിക്കുവാണെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യുന്നതിന് ഇടയ്ക്കൊക്കെ ആ ഒരു വീഡിയോ ഒന്ന് വെച്ച് കേട്ട് നോക്കിയാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ഡേ 2. ഡേ 1 ഒന്ന് റിവൈസ് ചെയ്യുക, എന്നിട്ട് ഡേ 2 പഠിക്കുക. പിന്നെ അടുത്തത് ഡേ 3 എന്ന് പറയുമ്പോഴത്തേക്കും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 3 പാഠഭാഗങ്ങൾ അവിടെ പഠിക്കാനുണ്ട്. 9ാം ക്ലാസ്സിൽ 2 പാഠങ്ങളുണ്ട്. 3ാമത്തെ പാഠം ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും, 8ാമത്തെ പാഠം തിരഞ്ഞെടുപ്പും ജനാധിപത്യവും. അതേപോലെ 10ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠമുണ്ട് രാഷ്ട്രവും രാഷ്ട്രതന്ത്രശാസ്ത്രവും. ഇതാണ് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു LDCയിൽ 2 ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതിപ്പോൾ ഓൾറെഡി നമ്മൾ ചെയ്ത ക്ലാസ് ആയതുകൊണ്ട് ആ ഒരു ക്ലാസ്സിൽ ആ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടില്ല. പക്ഷെ നമ്മൾ മുന്നോട്ടുള്ള PYQൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ അന്നും എന്താണ് 2024 സയൻസും പൊതുജനാരോഗ്യത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള ഒരു PYQൻ്റെ ക്ലാസ് കൂടി ഉണ്ടായിരിക്കും. ഇനി ഡേ 4 എന്ന് പറയുന്നത് ഈ ഒന്നാം ദിവസവും 2ാം ദിവസവും 3ാം ദിവസവും നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യുക. എന്തെങ്കിലും പെൻഡിങ് ടോപ്പിക്സുകൾ നിങ്ങൾക്കുണ്ടെങ്കിൽ അതും കൂടെ ആ ഒരു ഡേ 4 അതുകൂടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. പിന്നെന്താണ്, ഇപ്പം നമ്മൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ചെയ്യുക, അതായത് 3 ദിവസം കൊണ്ട് നമ്മൾ ഇവിടെ നോക്കുക. ഡേ 1 നമ്മൾ എത്ര പാഠം പഠിച്ചു? 2 പാഠം പഠിക്കുന്നു. ഡേ 2 2 പാഠം പഠിക്കുന്നു. ഡേ 3 3 പാഠം പഠിക്കുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ 7 പാഠം പഠിക്കുമ്പോൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തീർന്നു. ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, 2024 ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് LGS ലെവലിൽ ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ആ ഒരു റിവിഷൻ ഡേയിൽ നിങ്ങൾക്ക് ക്ലാസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ഒരു മോക്ക് ടെസ്റ്റ് ഒക്കെ പോലെ ഒന്ന് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ പഠിക്കുകയും ചെയ്ത് പഠിച്ചത് എന്തുമാത്രം നിങ്ങൾ ഓർത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാവുകയും ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ സ്ട്രക്ചർ വരുന്നത്. ഇപ്പോൾ ഞാനൊരു 4 ദിവസത്തെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. പിന്നെ 5, 6, 7 അടുത്ത ടോപ്പിക്സ് വരുന്നു. 8ാം ദിവസം എന്തായിരിക്കും, റിവിഷൻ ആയിരിക്കും. അങ്ങനെയാണ് ക്ലാസ് പോകുന്നത്. ഓക്കെ, സോ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ മറക്കരുത്. നമ്മുടെ നോട്ട്സും കാര്യങ്ങളൊക്കെ അതിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ അപ്പോൾ ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ മുന്നോട്ട് പോകണം എന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ടെലിഗ്രാം ചാനലിലും ജോയിൻ ചെയ്യുക. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.